നമ്മളിന്ന് ഈ ഭദ്രാസന ദേവാലയത്തിൽ CMC സമൂഹത്തിലേക്ക് 5 പുത്തൻ സമർപ്പിതരെ അവരുടെ ഔദ്യോഗികമായ വസ്ത്രം കൊടുത്ത് സ്വീകരിക്കുന്ന മനോഹരമായ ദിവസമാണല്ലോ. ദൈവത്തിൻ്റെ വലിയ കാരുണ്യമാണ് ഇവർ 5 പേരെ ഇതിനു വേണ്ടി ഒരുക്കി തയ്യാറാക്കി നമ്മളുടെ ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചത്. അവർ ദീർഘമായ വർഷങ്ങളിലെ പരിശീലനവും പഠനവും എല്ലാം നടത്തി ഒരുക്കമുള്ളവരെ പോലെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന് ലഭിച്ച ഉത്തമമായ കത്തോലിക്ക വിശ്വാസമാണ് ഇവരെ ഈ കർമ്മത്തിലേക്ക് ആനയിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 2 തിമോത്തി 1:7 നമ്മൾ വായിക്കുന്നുണ്ട്, നിന്റെ നിർവ്യാജമായ വിശ്വാസം ഞാൻ അനുസ്മരിക്കുന്നു. നിന്റെ വല്യമ്മയായ ലോവീസിനും അമ്മയായ എവ്സിക്കയ്ക്കും ഉണ്ടായിരുന്ന വിശ്വാസം ഇപ്പോൾ നിനക്കും ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഇത്രയും വിശ്വാസം നിങ്ങൾ കൊണ്ടേ മതി. നിങ്ങൾ 5 പേര് ഇവിടെ ഉണ്ടല്ലോ. നിങ്ങളുടെ അമ്മയ്ക്കും നിങ്ങളുടെ വല്യമ്മയ്ക്കും ഉള്ള വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എല്ലാ കാര്യവും നേടി. അതാണല്ലോ പൗലോസ് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ശിഷ്യനും എല്ലാമായിരുന്ന തിമോത്തിക്ക് എഴുതിയത്. പൗലോസിന് ബോധ്യമുണ്ടായിരുന്നു, നിൻ്റെ അമ്മയുടെയും വല്യമ്മയുടെയും വിശ്വാസം നിനക്കുണ്ട് എന്നെനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ തിമോത്തിയെ വലിയ കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നതും കർത്താവിൻ്റെ വലിയൊരു പ്രേക്ഷിതനായിട്ട് മാറ്റുന്നതുമെല്ലാം. നമ്മളുടെ കുടുംബങ്ങളാണ് ഏറ്റവും നല്ല പരിശീലന കളരി. നമ്മുടെ മാതാപിതാക്കളാണ് ഏറ്റവും നല്ല അധ്യാപകർ. അവർ പഠിപ്പിച്ച് പറഞ്ഞ് ജീവിച്ച് കാണിച്ച വിശ്വാസത്തേക്കാൾ മഹത്തരമായിട്ടുള്ളതൊന്നും പിന്നീട് ഒരുപക്ഷെ നമുക്ക് ഒരിടത്തും കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് അവരോടുള്ള ആ ഒരു വിശ്വസ്തതയിലാണ് ഈ വലിയ കർമ്മം നമ്മളിവിടെ നടത്തുന്നത്. നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള വസ്ത്രം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മളുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയരണം. ബാഹ്യമായിട്ടുള്ള ചിന്തകളെല്ലാം നമ്മൾ പരിവർജിക്കണം. നിശായിലെ ഗ്രിഗറി പറയുന്ന മഹത്തായ ഒരു ചിന്തയുണ്ടല്ലോ, റൂൾ യുവർ തോട്ട്സ് സോ ദാറ്റ് യു വിൽ ബിക്കം എ റൂളർ ഓവർ തിങ്സ്. നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിച്ചാൽ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ നല്ല ഒരു റൂളർ ആയിരിക്കും. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മതിയായ വിധത്തിൽ കാണാനും മനസ്സിലാക്കാനും എല്ലാം ദൈവം നമ്മളെ സഹായിക്കും. നമ്മൾ ലോകത്തിൻ്റെ ആ ഒരു വലിയ വശീകരണത്തിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി നിന്ന് പരിശീലനം നേടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈശോ തന്നെയും ദൈവപിതാവിനോട് സംസാരിക്കാനായിട്ട് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ നിന്ന് പോലും ഒരു കല്ലേറ് ദൂരം മാറി ഒരുങ്ങിയപ്പോഴാണ് ദൈവപിതാവിനോട് സംസാരിക്കാനായിട്ട് കൂടുതൽ എളുപ്പമായത്. ഇന്ന് പലപ്പോഴും നമ്മളുടെ ചിന്തകൾ ലോകത്തിലുള്ള കാര്യങ്ങളോട് വളരെയേറെ ബന്ധപ്പെട്ടു പോവുകയാണ്. നമ്മളെടുക്കുന്ന തീരുമാനങ്ങളും കാഴ്ചപ്പാടുകളുമൊക്കെ ചിലപ്പോഴെങ്കിലും പാളിപ്പോവുകയും നമുക്കത് പാലിക്കാൻ പറ്റാതെ വരികയും ചെയ്യുന്ന അവസരങ്ങളുണ്ട്. ലോകം കണ്ട വലിയ ദൈവശാസ്ത്രജ്ഞനായ തോമസ് അക്വീനാസ് പറഞ്ഞ ഒരു കാര്യം ഇതാണ്, 2 ഗ്രേറ്റ് മൂവ്സ് ഓഫ് ദ ഹ്യൂമൻ മൈൻഡ്. മനുഷ്യ മനസ്സിൻ്റെ 2 വലിയ നീക്കങ്ങൾ ആർ ടു സീക്ക് ദ ആബ്സെൻറ്റ് ഗുഡ്. നമുക്കില്ലാതിരിക്കുന്ന വസ്തുക്കൾ എന്താണോ അതിനെക്കുറിച്ച്
ആലോചിച്ച് വ്യാകുലപ്പെട്ടിരിക്കുക. ആൻഡ് ടു റെസ്റ്റ് ഇൻ ദ ഗുഡ് പൊസസ്ഡ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടോ അതിൽ മാത്രം നമ്മുടെ ചിന്തകൾ കുടുക്കി ഇട്ടവരെ പോലെ കഴിയുക. വലിയൊരു പ്രബോധനമാണ്, എക്കാലവും അർത്ഥവത്തായൊരു പ്രബോധനമാണല്ലോ ഇത്. നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക, ഉള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ വാങ്ങിച്ചു കൂട്ടിയ സാധനങ്ങളിൽ, വസ്തുക്കളിൽ നമ്മുടെ മനസ്സ് കുടുക്കി ഇടുക. ഇവിടെ നമ്മൾ CMC സമൂഹത്തിലേക്ക് നമ്മൾ സമർപ്പിതരായിട്ട് പ്രവേശിക്കാനായിട്ട് ഒരുങ്ങുമ്പോൾ ഇത്തരം കുടുക്കുകളിൽ നിന്നെല്ലാം നമ്മൾ മാറേണ്ടതുണ്ട്. നമുക്ക് ലോകത്തിൻ്റേതായ ഒരു കാര്യവും വാസ്തവത്തിൽ അർത്ഥമില്ലാതാവുകയാണ്. അതാണല്ലോ ഇന്നത്തെ ലേഖനത്തിലും മറ്റു വായനകളിലുമൊക്കെ നമ്മൾ കണ്ടതും മനസ്സിലാക്കിയതും. അങ്ങനെയുള്ള ലോകത്തിൻ്റെ ചിന്തകളിൽ നിന്നൊക്കെ മനസ്സ് മാറ്റി കർത്താവിൻ്റെ കൂട്ടത്തിൽ ആയിരിക്കാനായിട്ട് ദൈവം നമ്മളെ ക്ഷണിച്ചിരിക്കുകയാണ്. നമുക്ക് വലിയ മാതൃകകൾ കർമ്മലമലയും പരിശുദ്ധിയമ്മയും ചാവറപ്പുണ്യവാനും മറ്റ് നമ്മുടെ സഭയിലെ വിശുദ്ധരും വാഴ്ത്തപ്പെട്ടവരുമെല്ലാം ഉൾക്കൊള്ളുന്ന വലിയൊരു പൈതൃകത്തിൻ്റെ തുടർച്ചയിലാണ് നിങ്ങൾ കർമ്മല സഹോദരിമാർ പരിശീലിപ്പിക്കപ്പെട്ട് ഇവിടെ ആയിരിക്കുന്നത്. ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ ഒരു അന്ധനെ സുഖപ്പെടുത്തുന്ന കാര്യമാണല്ലോ നമ്മൾ കണ്ടത്. ജന്മന അന്ധനായിരുന്നു. ഒരുപാട് പേര് അവനെ കുറ്റം പറഞ്ഞു, മാതാപിതാക്കളുടെ കുറ്റമായിരിക്കുമെന്ന് പറഞ്ഞു. ഈശോ അതൊന്നും സമ്മതിച്ചില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിലൂടെ പ്രകടമാക്കാൻ വേണ്ടി ദൈവം അനാദിയിൽ കണ്ട ഒരു കാര്യമാണ് ഇവൻ്റെ അന്ധത എന്ന് ഈശോ പറഞ്ഞു. ഈശോ നിലത്ത് മണ്ണിൽ തുപ്പി ചേറുണ്ടാക്കി അത് അവൻ്റെ കണ്ണിൽ പൂശി. ഇന്ന് പൊതുവെ നമ്മൾ കാണുന്ന ഒരു കാര്യം ചെളി വാരിയെറിയുക എന്നുള്ളതാണല്ലോ. ഈശോ ചെയ്തത് ചെളിയുണ്ടാക്കി പൂശുകയായിരുന്നു, കണ്ണിൽ അത് തൊടുകയായിരുന്നു. അങ്ങനെ ആ ചെളി കൊണ്ട് ഈ അന്ധൻ്റെ കണ്ണിൽ തൊട്ടപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ വളരെ വേഗത്തിൽ പെട്ടെന്ന് അവന് കാഴ്ച ലഭിച്ചില്ല. അവനൊരു പരിശീലന കാലഘട്ടം എന്നതുപോലെ ഈശോ പറഞ്ഞു, നീ പോവുക, ശിലോഹ, നീ പോയി ഈ കുളത്തിൽ കഴുകി കാഴ്ചയുള്ളവനായിട്ട് പുറത്തു വരണം. നിങ്ങൾക്ക് ലഭിച്ച കഴിഞ്ഞ വർഷങ്ങളിലെ ഈ പരിശീലന കാലഘട്ടമെല്ലാം അത്തരത്തിലുള്ള നിങ്ങളുടെ മേലധികാരികൾ തന്ന ഒരു നിർദ്ദേശമായിരുന്നു. നിങ്ങൾ മഠത്തിൽ വന്ന് ചേർന്ന ഉടനെ നിങ്ങൾക്ക് ആ മഠത്തിൻ്റെ ഔദ്യോഗിക വസ്ത്രം തരികയല്ലേ ചെയ്തത്. നിങ്ങളെയിട്ട് നല്ലതുപോലെ പരിശീലിപ്പിച്ചു. ഒരു കാറ്റക്യൂമനെ എങ്ങനെ ആദിമസഭ കണ്ടുവോ, ഒരു മുതിർന്ന പ്രായമുള്ള മനുഷ്യന് മാമോദീസ കൊടുക്കാനായിട്ട് എത്രമാത്രം കരുതലോടെയാണോ ആദിമസഭ പ്രവർത്തിച്ചത്, അതുപോലെയായിരുന്നു നിങ്ങളോടും നിങ്ങളുടെ മേലധികാരികൾ, നിങ്ങളുടെ അധ്യാപകർ, നിങ്ങളുടെ ഗുരുത്തിയമ്മ എല്ലാം എപ്പോഴും ഇടപെട്ടത്. നിങ്ങൾ പോയി പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഈ ഒരു വാഷിംഗ് നടത്തുമ്പോഴാണ് നിങ്ങൾക്ക് കാഴ്ച ലഭിക്കുന്നത്. അത് തീർച്ചയായിട്ടും മാമോദീസായിലേക്കുള്ള ഒരു സൂചനയാണ്. അങ്ങനെ നമ്മൾ കഴുകപ്പെടുമ്പോഴാണ് നമുക്ക് കാഴ്ച ലഭിക്കുന്നത്. നമ്മളൊരു കുഞ്ഞ് പിറക്കുമ്പോഴും മാമോദീസായിലൂടെ ആ ഒരു വലിയ ഉദാശ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് ഈശോയുടെ പ്രകാശത്തിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ഗലാത്യ 3:27 പൗലോസ് പറയുന്നുണ്ടല്ലോ, മിശിഹായോട് ഐക്യപ്പെടാൻ വേണ്ടി സ്നാനം സ്വീകരിക്കുന്ന നിങ്ങളെല്ലാവരും മിശിഹായെ ധരിച്ചിരിക്കണം. നിങ്ങളിപ്പോൾ ഈ സഭയുടെ വസ്ത്രം ധരിക്കാൻ പോവുകയാണ്. യു ആർ ഗോയിങ് ടു ബി വെസ്റ്റഡ്. അതുകൊണ്ടാണല്ലോ ഇതിന് വെസ്റ്റീഷൻ എന്ന് പറയുന്നത്. മാമോദീസായിൽ നമ്മൾ മിശിഹായെ ധരിക്കുന്നത് പോലെ ഇവിടെ ഈ ഭദ്രാസനത്തിൽ വെച്ച് നിങ്ങൾ CMCയുടെ ഔദ്യോഗികമായിട്ടുള്ള വസ്ത്രത്താൽ മെനയപ്പെടാൻ പോവുകയാണ്. യു ആർ ഗോയിങ് ടു ബി വെസ്റ്റഡ് വിത്ത് ദ ഒഫീഷ്യൽ ഡ്രസ് ഓഫ് ദിസ് കോൺഗ്രിഗേഷൻ.
അതുകൊണ്ട് നിങ്ങൾ വളരെ പ്രാർത്ഥനയോടും എളിമയോടും കൂടെ ആണ് ഇതിനെ കാണേണ്ടതും സ്വീകരിക്കേണ്ടതും എല്ലാം. നമ്മൾ പാപാവസ്ഥയിൽ നിന്ന് മാറി പരിശുദ്ധമായ കുമ്പസാരം സ്വീകരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടുകൂടിയാണ് ഈ വസ്ത്രം സ്വീകരിക്കാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. ഓരോ പാപവും ഓരോ പാഴ്ചിന്തയും നമ്മളിലൊരു ഒരു ഞൊണ്ടൽ ഉണ്ടാക്കുന്നുണ്ട്. പ്രസിദ്ധ ദൈവശാസ്ത്രജ്ഞനായ ഹെൻറി ജലൂബാക്ക് പറയുന്നത് ഇതാണ്: സിൻ ഈസ് എ മിസ്റ്റീരിയസ് ലിംബ്. നമ്മളിൽ ഉളവാക്കുന്ന ഒരു ഞൊണ്ടലാണ്, നടക്കാൻ നല്ലതുപോലെ പറ്റാൻ സാധിക്കാത്ത അവസ്ഥയാണ് ഓരോ പാപവും. ഇറ്റ് ഈസ് എ ഡീഫോർമേഷൻ, എ കറപ്ഷൻ. ഓരോ പാപവും ഒരു കറപ്ഷനാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഓരോ പാപവും നമ്മളൊരു കള്ളത്തരം പറയുകയാണ്. നമ്മളൊരു പാപം ചെയ്തിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഓരോ പാപം വഴി നമ്മൾ കള്ളത്തരം പറയുകയാണ്. അവിടെ നമ്മൾ ഡെയിഫിക്കേഷൻ ഓഫ് ഈഗോ, എന്നെ, എൻ്റെ സ്വത്വത്തെ, എൻ്റെ ബാഹ്യമായിട്ടുള്ള മാന്യതയെ ഞാൻ ദൈവീകരിക്കുകയാണ്, ഡെയിഫൈ ചെയ്യുകയാണ്. നമ്മൾ പുതുവസ്ത്രം സ്വീകരിക്കുമ്പോൾ ബാഹ്യവും ആന്തരവുമായ വെളിച്ചവും ശുദ്ധിയും നമ്മൾ കാത്ത് സൂക്ഷിക്കേണ്ടതുണ്ട്. ഈ അന്ധന് സുഖപ്പെട്ട് കഴിഞ്ഞ് പോയി തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന കാര്യം, അത് ഒരുപക്ഷെ നിങ്ങൾ ഇതുപോലെ വെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ സ്വന്തം ഇടവകയിലേക്ക് ചെല്ലുമ്പോൾ സാധാരണ ഈ കാര്യം അറിയാതെ അവിടെ താമസിക്കുന്ന വെറും മനുഷ്യർക്കുള്ള ചിന്തയാകും, അയ്യോ ഇത് നമ്മുടെ പഴയ മേരിയാണോ ഇത്? അതാണ് ഈ അന്ധനെ കണ്ടപ്പോൾ തോന്നിയത്. ഇവന് കാഴ്ചയില്ലായിരുന്നല്ലോ, ഇവനാരോടും മിണ്ടാൻ പറ്റുകയായിരുന്നല്ലോ, ഇപ്പോൾ ഓടിച്ചാടി നടക്കുന്നു, കർത്താവിൻ്റെ വെളിച്ചം അവനുണ്ട്, അവൻ കർത്താവിനെക്കുറിച്ച് പറയുന്നു. ഇതാണ് വെസ്റ്റീഷ്യൻ, ഇതാണ് വെസ്റ്റീഷ്യൻ. നിങ്ങൾ ലോകത്തോട് യാത്ര പറഞ്ഞ് പുതിയ വസ്ത്രം ധരിച്ച് സ്വർഗത്തെ ചൂണ്ടിക്കാണിക്കുന്ന ആ വസ്ത്രവുമായിട്ട് നിങ്ങളുടെ ഇടവകളിലേക്ക്, നിങ്ങളുടെ സ്വന്തക്കാരുടെ പക്കലേക്ക് ചെല്ലുമ്പോൾ നിങ്ങളൊരു പഠന വിഷയവും ചിലപ്പോഴൊക്കെ ഒരു തർക്ക വിഷയവുമാകാം. ഈ അന്ധൻ ആ പ്രാദേശിക സമൂഹത്തിൻ്റെ ഒരു ചർച്ചാ വിഷയമായിട്ട് മാറുകയാണ് അവിടെ. ആ അധ്യായം മുഴുവൻ, യോഹന്നാൻ്റെ 9-ാം അധ്യായം മുഴുവൻ ഈ അന്ധനെക്കുറിച്ചുള്ള കാര്യമാണ്. അവനെക്കുറിച്ചാണ് പറയുന്നത്. അവനോട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, നിനക്ക് കാഴ്ച തന്നതിന് എവിടെയാണ്? അവനിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള രഹസ്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലാനും അങ്ങനെയുള്ള ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും വിസ്മയങ്ങൾക്കുമെല്ലാം ഉത്തരം കൊടുക്കുവാനുമുള്ള അവസരമാണ് നിങ്ങളുടെ വെസ്റ്റീഷ്യൻ, അല്ലെങ്കിൽ നിങ്ങളുടെ സമൂഹം, നിങ്ങളുടെ പ്രാദേശിക സഭ, ഇടവക, നിങ്ങളെ പരിചയമില്ലാത്ത ഇതര മതസ്ഥർ ഒക്കെ കാണുമ്പോൾ. മാർപ്പാപ്പായുടെ തിരഞ്ഞെടുപ്പ് അങ്ങനെയാണല്ലോ. അവർ കർദിനാൾമാരായിട്ട് കറുത്ത ഉടുപ്പും ധരിച്ച് കോൺക്ലേവിലിരുന്ന് അതിലൊരാൾ മാത്രം വെള്ള വസ്ത്രം ധരിച്ച് പുറത്തേക്ക് വരുമ്പോൾ ലോകത്തിന് എന്തൊരു വിസ്മയമാണ്, ലോകത്തിന് എന്തൊരു വിസ്മയമാണ്. അതാണ് നിങ്ങളും ഈ സഭാവസ്ത്രം സ്വീകരിച്ച് സമൂഹത്തിൽ ചെല്ലുമ്പോൾ ജനങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന വിശ്വാസവും നിങ്ങളെ ഉൾക്കൊള്ളാനായിട്ട് അവർ കാണിക്കുന്ന തീഷ്ണതയും എല്ലാം. വെസ്റ്റീഷ്യൻ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഡീസെൻറ്ററിങ് ഓഫ് ഈഗോ ആണ്. ഞാൻ എന്ന ആ ഭാവം എല്ലാം മാറ്റിയിട്ട് റീസെൻറ്ററിങ് ഓൺ ക്രൈസ്റ്റാണ്. ഡീസെൻറ്ററിങ് ഓഫ് ഈഗോയും റീസെൻറ്ററിങ് ഓൺ ക്രൈസ്റ്റും. അതാണ് പൗലോസ് പറഞ്ഞ മിശിഹായെ ധരിക്കൽ. അങ്ങനെ മിശിഹായെ ധരിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ കാഴ്ച ലഭിക്കും. നിങ്ങൾ വെസ്റ്റ് ചെയ്ത് ഉടുപ്പിട്ട് ഈ സമൂഹത്തിലൂടെ നടക്കുമ്പോൾ നിങ്ങൾ ക്രിസ്ത്യാനിറ്റിയെക്കുറിച്ച് തന്നെയുള്ള ഒരു കാഴ്ചപ്പാടാണ് നൽകുന്നത്, ഒരു വേ ഓഫ് സീയിങ്. ആ അന്ധന് കാഴ്ച കിട്ടിയപ്പോൾ വലിയൊരു പ്രകാശം അവൻ കൊണ്ടു നടന്നു. ക്രിസ്ത്യാനിറ്റി ഒരു വേ ഓഫ് സീയിങ് ആണ്. കാഴ്ചപ്പാടുകളുടെ, ഉൾക്കാഴ്ചകളുടെ എല്ലാം
ഒരു ജീവിത ക്രമമായിട്ട് നമ്മളുടെ ഈ വെസ്റ്റീഷനെ നമ്മൾ കാണുമ്പോഴാണ് അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും എല്ലാം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ഈ വെസ്റ്റീഷൻ പുതിയ ഒരു കാഴ്ച നിങ്ങൾക്ക് നൽകും. നിങ്ങളിലൂടെ പുതിയ കാഴ്ചപ്പാടുകൾ, വെളിച്ചം നിങ്ങളെ കാണുന്നവർക്ക് ലഭിക്കും. അപ്പോഴാണ് നമ്മൾ പറയുന്ന വാക്കുകൾക്കും സ്വീകരിക്കുന്ന വസ്ത്രത്തിനും അർത്ഥമുള്ളത്. നോഹയുടെ കാലത്തെ ജലപ്രളയത്തെക്കുറിച്ച് ഞാൻ ഈ അടുത്ത നാളിൽ മനോഹരമായ ഒരു ഐക്കൺ കാണുകയുണ്ടായി. ആ ഐക്കണിൻ്റെ ഏറ്റവും മുകളിൽ ഒരു ലത്തീൻ വാക്കാണ് എഴുതി വെച്ചിരിക്കുന്നത്. ലേജെ, വായിക്കുക, നോക്കി വായിച്ച് കാര്യം മനസ്സിലാക്കുക എന്നാണ് ലേജെ എന്നതിൻ്റെ അർത്ഥം. ആ ജലപ്രളയത്തിൻ്റെ ആ ഐക്കണിൽ ഏറ്റവും മുകളിൽ ലേജെ എന്നെഴുതിയിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ചിത്രം നോവ കൈനീട്ടി പ്രാവിനെ സ്വീകരിക്കുന്നതും ഒലിവിൻ ശിഖരം സ്വീകരിക്കുന്നതുമാണ്. അതാണ് ആ ഐക്കൺ. നോവ കൈ നീട്ടി ആ പ്രാവിനെ കൈ പിടിച്ചെടുക്കുകയാണ്. വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പുറത്തേക്ക് വിട്ടു. കാക്ക വിട്ടിരുന്നു. കാക്ക അതിൻ്റെ തനി സ്വഭാവം, അതിൽ പോയി ശവങ്ങളൊക്കെ തിന്ന് തിരിച്ചു വന്നില്ല. അതിന് വേണ്ട തീറ്റ അത് കിട്ടി. പ്രാവ് പോയിട്ട് ഈ ഒലിവിൻ കമ്പുമായിട്ട് സമാധാനത്തിൻ്റെ, ശാന്തിയുടെ ആ ഒരു സന്ദേശവുമായിട്ട് വന്നു. അതാണ് ലേജെ, വായിക്കുക എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആ ഐക്കണിൽ നമ്മൾ കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. പിന്നീട് മോശ സിനാമലയിൽ വെച്ച് കൈനീട്ടി 10 കൽപ്പനകൾ ദൈവത്തിൻ്റേത് വാങ്ങിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് പന്തക്കുസ്തായിൽ പരിശുദ്ധ അമ്മയും ശ്ലീഹന്മാരും കൈനീട്ടി ആത്മാവിനെ സ്വീകരിക്കുകയാണ്. നിങ്ങൾ 10 മിനിറ്റ് കഴിയുമ്പോൾ കൈനീട്ടി നിങ്ങളുടെ ഈ വസ്ത്രം സ്വീകരിക്കുകയാണ്. കൈനീട്ടി നിങ്ങൾ സ്വീകരിക്കുകയാണ്. നോവ പ്രാവിനെ പിടിച്ചതുപോലെ, മോശ ദൈവത്തിൻ്റെ കൽപ്പന സ്വീകരിച്ചതുപോലെ, പന്തക്കുസ്തായിൽ ദൈവാരൂപിയെ സ്വീകരിച്ചതുപോലെ നിങ്ങളും കൈനീട്ടി നിങ്ങളുടെ സഭയുടെ വസ്ത്രം സ്വീകരിക്കുകയാണ്. ഇത് വളരെ പ്രാധാന്യമുള്ള കാര്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. നിസ്സാരമായ കാര്യമായിട്ട് എടുക്കരുത്. ആ വസ്ത്രം സ്വർഗത്തിൻ്റെ അടയാളമാണ്, സ്വർഗത്തെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യമാണ്. അങ്ങനെയാണ് നിങ്ങൾ മോശയുടെ 5 പുസ്തകങ്ങൾ പോലെ നിങ്ങൾ പ്രിയപ്പെട്ട 5 സഹോദരിമാർ, സിസ്റ്റർ അമൂല്യ സെബാസ്റ്റ്യൻ, സിസ്റ്റർ മെറീറ്റ, സിസ്റ്റർ അനന്യ തെരേസ്, സിസ്റ്റർ റീത മരിയ, സിസ്റ്റർ റോസ് ജോർജ്, ഇവർ 5 പേരിവിടെ ഇരിക്കുന്നത്. കർത്താവിന് വേണ്ടി നിങ്ങൾ ആ വസ്ത്രം സ്വീകരിക്കുകയാണ്. 4 പേര് നമ്മളുടെ ഈ രൂപതയ്ക്കുള്ളിൽ നിന്നും, ഒരാൾ തൃശ്ശൂരിൽ നിന്നുമാണ്. അങ്ങനെ വലിയൊരു സാർവത്രികമാനം കൂടെ ഇതിന് വന്നിട്ടുണ്ട്. തൃശ്ശൂർ വലിയ കേന്ദ്രമാണ്, വലിയ സഭാകേന്ദ്രമാണ്, സാംസ്കാരിക കേന്ദ്രമാണ്. നമ്മളുടെ സഭയുടെ ആദ്യത്തെ വികാരിയാത്താണ്. അവിടെ നിന്നൊരാൾ ഇവിടെ വന്ന് നമ്മുടെ കൂട്ടത്തിൽ കൂടിയെന്നുള്ളത് സഭാപരമായിട്ട് തന്നെ വലിയ പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ 5 പേരെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. നിങ്ങൾ സ്വീകരിക്കുന്ന വസ്ത്രത്തിൻ്റെ വിശുദ്ധി നിങ്ങൾക്കെന്നും പുതിയ വെളിച്ചമാകട്ടെ. നിങ്ങൾ ചെല്ലുന്നിടത്തെല്ലാം മറ്റുള്ളവർക്ക് നിങ്ങളെ കാണുമ്പോൾ നല്ല കാഴ്ച കിട്ടട്ടെ. നിങ്ങളുടെ പ്രൊവിൻഷ്യലമ്മയെയും നിങ്ങളെ ഹോം ചെയ്ത ചുമതലക്കാരത്തെ ബഹുമാനപ്പെട്ട സിസ്റ്ററിനെയും മറ്റു സഹോദരിമാരെയും അധ്യാപകരെയും പ്രത്യേകിച്ച് മാതാപിതാക്കളെ, നമ്മുടെ വീട്ടുകാരും സഹോദരങ്ങളും എല്ലാം ഇവിടെയുണ്ട്. വലിയൊരു സമൂഹമാണിത്, ആരാധനയുടെ സമൂഹമാണ്. നിങ്ങളെല്ലാവരെയും ദൈവത്തിന് സമർപ്പിക്കുന്നു. ചാവറപുണ്യവാനിലൂടെ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. നമുക്ക് സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള പ്രാർത്ഥന ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം.